ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഔദ്യോഗികമായി 2026 ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങളിലും പശ്ചിമേഷ്യൻ വ്യാപാരത്തിലും ഇതൊരു നിർണായക നാഴികക്കല്ലാണ്. 2025 ഡിസംബർ 18 മസ്കറ്റിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിൻ്റെയും സാന്നിധ്യത്തിലാണ് ഈ ചരിത്ര കരാർ ഒപ്പുവെച്ചത്. നികുതിരഹിത പ്രവേശനം. ഒമാനിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയുടെ 98.08% ഉൽപ്പന്ന വിഭാഗങ്ങൾക്കും പൂർണ്ണമായും ഇറക്കുമതി തീരുവ ഒഴിവാക്കി. ഇത് ഇന്ത്യയുടെ ആകെ കയറ്റുമതി മൂല്യത്തിൻ്റെ 99.38% വരും. പ്രയോജനം ലഭിക്കുന്ന പ്രധാന മേഖലകൾ ടെക്സ്റ്റൈൽസ്, കൃഷി, ഫാർമസ്യൂട്ടിക്കൽസ്, ലെതർ, ഓട്ടോമൊബൈൽ, കെമിക്കൽസ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഒമാൻ വിപണിയിൽ ഉടനടി വലിയ ബിസിനസ് സാധ്യതകൾ ലഭിക്കും. പ്രൊഫഷണലുകൾക്ക് അവസരങ്ങൾ. IT, വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ വിദഗ്ധർക്ക് ഒമാനിൽ ജോലി ചെയ്യാനും തങ്ങാനുള്ള വിസ മാനദണ്ഡങ്ങളിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിന് അനുകൂലം. ടൂറിസം, ആയുഷ്, കാർഷിക, സമുദ്ര ഉൽപ്പന്ന കയറ്റുമതി എന്നീ മേഖലകളിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാൻ കേരളത്തിന് ഈ കരാർ സഹായമാവുമെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തന്ത്രപരമായ പ്രാധാന്യം. നിലവിലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും ഹോർമൂസ് കടലിടുക്കിന് പുറത്തുള്ള ഒമാൻ്റെ തന്ത്രപ്രധാന ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും അസംസ്കൃത എണ്ണ, യൂറിയ ഇറക്കുമതിക്കും വലിയ സുരക്ഷിതത്വം നൽകുന്നു. ഗൾഫ് മേഖലയിലേക്കും കിഴക്കൻ ആഫ്രിക്കയിലേക്കുമുള്ള ഇന്ത്യയുടെ പ്രധാന വ്യാപാര കവാടമായി ഒമാൻ മാറും.